ഹലോ. ഒന്നുമില്ല, രാവിലെ എഴുന്നേൽക്കണമെന്ന് പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ ചെറുതായിട്ടൊന്ന് പ്ലാൻ താറുമാറായിപ്പോയി. അങ്ങനെ 12 മണിക്ക് കണ്ണു തുറക്കാൻ 12 മണിക്കൊരു ഹാംബർ വർക്സിൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുതരാനുണ്ടായിരുന്നു. അത് കൊണ്ടു തന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്ന് കണ്ണടച്ചപ്പോൾ 3 മണി കഴിഞ്ഞു. സമയം അറിഞ്ഞില്ല. എൻ്റെ റൂം നോക്കണ്ട, എൻ്റെ റൂം ഇന്നലെ വരുമ്പോൾ കുട്ടപ്പനായിരുന്നു. ഇന്ന് വന്നപ്പോഴത്തേക്കും മറ്റേ അഭയാർത്ഥി ക്യാമ്പ് പോലെ പോയി. ഫുള്ള് നമുക്ക് ജനൽ സൈഡ് ഫുള്ള് ഉപ്പിലിട്ടത്, വെള്ളം, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഞാൻ ഷുഗർ കട്ടാണേ ഏത്, അപ്പോൾ വെള്ളം ഷുഗർ ഇല്ലാത്തതൊക്കെ എടുത്ത് അടുക്കി വെച്ചതാണ് വിശക്കുമ്പോൾ കേൾക്കാൻ. അപ്പോൾ എന്താ, അപ്പം ഇനി പുറത്ത് പോകണം. നമുക്ക് സമയമില്ല, 2 മണിക്കൂറുള്ളൂ. 2 മണിക്കൂറിൽ നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം എനിക്കിന്നൊരു റീലെടുക്കണം എന്നുണ്ട്. പക്ഷേ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. യൂട്യൂബിൽ ഞാൻ കുറച്ച് വീക്കാണ്. സംഭവം എന്നോട് യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോഴേ ആൾക്കാർ പറഞ്ഞ രണ്ടും കൂടെ ഓടില്ല, സന ഓടില്ല. എവിടെ നിന്നില്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ എനിക്ക്. ഇതൊക്കെ എന്ത്, രണ്ടും ഞാൻ ഒരിക്കൽ ഇവിടെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോലും ഓടില്ല, പിന്നെ എങ്ങനെയാണ്? ഓക്കെ, പക്ഷെ വല്ലപ്പോഴും ആണെങ്കിലും ഞാൻ വീഡിയോ ഇടും. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. അല്ലേ, നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? ഞാൻ കൊച്ചി വർത്താനം. ഓക്കെ, പലതരം ഭാഷകൾ മിക്സ് ചെയ്തുള്ള സംസാരമായിരിക്കും എനിക്ക്. നിങ്ങൾ ഒരിക്കലും ഒന്നും വിചാരിക്കില്ല. എൻ്റെ കൂട്ടുകാർ പല നാട്ടിൽ നിന്ന്, കോട്ടയം ഒഴിച്ച് ബാക്കി എല്ലാ സൈഡിൽ നിന്നും എനിക്ക് കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വന്തം ഭാഷ വിളിച്ച്, അല്ല, കോട്ടയത്ത് ഫ്രണ്ട്സ്, എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സൊക്കെ ഏതോ സ്ഥലത്തൊക്കെയാണ്, ബാംഗ്ലൂരും മംഗലാപുരം അങ്ങനെയൊക്കെ ആയിട്ട് പോയി കിടക്കുക. സോ അവരൊന്നും കാണാൻ കിട്ടാറില്ല. ഇപ്പം എൻ്റെ ഉള്ള കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തുള്ള കൂട്ടുകാർ ഇങ്ങനെ അവിടുന്നും ഇവിടുന്നും എല്ലാവരും, കാസർഗോഡ് വെച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ട് ഇപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ഭാഷയില്ല എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പം റെഡി ആവാൻ നമുക്ക് സമയമില്ല. 2 മണിക്കൂറുള്ളൂ. 2 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ വർത്താനം പറഞ്ഞിട്ടിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിരുന്നു. ഡ്രസ്സൊക്കെ ചെയ്തു. ആൻഡ് ഇനി മുഖത്ത് നമുക്ക് പുട്ടിയൊന്നും അടിക്കാനല്ല, നമുക്ക് സ്കിൻ കെയർ ചെയ്യണം. സൺസ്ക്രീൻ വേണം. സൺസ്ക്രീൻ ഇടാതെ ആരെങ്കിലും പുറത്തിറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ ഞാൻ ഒരു കാര്യത്തിൽ സ്ട്രിക്റ്റ് അല്ല, പക്ഷെ സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്. കാരണം സൺസ്ക്രീൻ കാരണം ഞാൻ കരിഞ്ഞുണങ്ങി പോയിട്ടുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കുക. കാരണമില്ല അതില്ലാണ്ട്. സോ എല്ലാവരും നിർബന്ധമായിട്ട് സൺസ്ക്രീൻ ഇടണം. ഞാൻ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ സ്കിൻ കെയർ വീഡിയോ ഇടാവുമെന്ന്. ഇടാം. ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. ഒരിടത്ത് അടങ്ങി നിൽക്കാൻ പറ്റണില്ല. എക്സാമും എല്ലാം കൂടെ ആയിട്ട്, ജൂറി വന്നു, എക്സാം വന്നു, ഒന്നും കൊണ്ട് പറ്റണില്ല. ഞാൻ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി നിൽക്കുന്ന സമയത്ത്, കാരണം സാധനങ്ങളൊക്കെ ഒന്ന് ട്രിവാൻഡ്രത്തായിരിക്കും, അപ്പം ഞാൻ നാട്ടിലായിരിക്കും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായി പോവുക. അപ്പം ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം. ഓക്കെ, അപ്പം റെഡിയാവും. ഗൈസ്, റൂമൊരു എന്താണ് ബെഡ്ഷീറ്റാ? ബെഡ്ഷീറ്റ് പതിച്ചിട്ടിരിക്കുന്നില്ലേ മറ്റേ ഒന്നുമില്ല. റൂമൊരു കോലത്തിൽ കിടക്കുക ഗൈസ്. ഇങ്ങനെ വന്ന് കയറുമ്പോൾ എൻ്റെ റൂം വേണ്ടി ഞാൻ തന്നെ ഞെട്ടി. എന്തൊരു സുന്ദരമാണ് എൻ്റെ റൂം. പക്ഷെ വന്ന് 2 മിനിറ്റ് എടുത്തില്ല, എൻ്റെ റൂം ദീക്കോലമായി. ഞാൻ വിരിച്ചിട്ടൊന്നും തുണിയാണ് കേട്ടോ. എന്തത് കണ്ണ് കാണത്തി. എന്നാലോ, അല്ലെങ്കിൽ ഇല്ലേ അത് ചുളുങ്ങിപ്പോന്നു. വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ചുളുങ്ങൂല. എൻ്റെ ഫേവറേറ്റ് ലിപ് മാസ്ക് അത് ലാനേജിൻ്റെ. പക്ഷെ ഇടാറില്ല. ഇടുന്ന കാര്യത്തിലും ഭയങ്കര ശ്രദ്ധക്കുറവാണ്. ഒന്നും കൂടി തേങ്ങാക്കോല ചൂടെടുക്കുന്നല്ലോ. എന്നോട് ആനി പറഞ്ഞിട്ടുണ്ട്
വീഡിയോ എടുക്കാൻ നേരം ഫാൻ ഇടില്ലെന്ന്. പക്ഷെ കുറച്ച് മുമ്പുള്ള വീഡിയോസിൽ ചെറുതായിട്ട് ഫാനിൻ്റെ സൗണ്ട് കാണും. നമ്മളിങ്ങനെ എടുത്ത് വെച്ച് വരട്ടെ. നമ്മളെന്തൊക്കെ ഇട്ടു? ടോണർ ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു. വേറൊന്നും വരച്ച് വരയണം തീരെ വയ്യ. അതുകൊണ്ട് നമ്മൾ അടുത്ത് സൺസ്ക്രീൻ ഇങ്ങനെ എടുത്തു. അതിനകത്ത് പിന്നെ എൻ്റെ മുഖത്ത് ഇവിടെ ഒരു കുരു എന്ന് പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ കൈ തന്നെ കൊണ്ടിട്ട് എനിക്ക് വേദനിക്കുന്നു. കുരുവില്ല വേദനിക്കുന്ന, കൈയാണ് വേദനിക്കുന്നത്. മനസ്സിലായോ? അതാണ് എടുത്ത് കളയാന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേക്കും റിഗ്രറ്റ് അടിക്കും. പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പാടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കുരുവിൽ തൊടാൻ പാടില്ല എന്നാണ്. ഞാനൊന്നും പാടില്ല. പക്ഷെ നമുക്ക് ആ ടെൻഡൻസി ഉണ്ടാവും, മുഖത്തൊരു കുരു വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് കളയുക. പക്ഷെ ടെൻഡൻസി നല്ലതാണ്. പക്ഷെ പിന്നെ അങ്ങോട്ടുള്ള ടെൻഡൻസികൾ വന്നിട്ടും കാര്യമില്ല. കാരണം അവിടെ ഒരു കുഴിയാകും. കുഴി എടുത്ത് കളയാൻ പറ്റില്ല, കുരു എടുത്ത് കളയാൻ പറ്റും. മനസ്സിലായോ? ഞാൻ പിച്ചുമ്പയും പറയാനായിട്ട് തോന്നുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റു, അല്ല ഉച്ചയും കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മന്ദപ്പുണ്ടല്ലോ, ആ മന്ദപ്പാണ് ഇപ്പം എനിക്കുള്ളത്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് സഹിക്കണം. നമ്മളിതൊന്നും ഇടാൻ പോയല്ലേ, ഇതൊക്കെ ഹാൻഡറിലേക്കുള്ളതാണ്. അതുകൊണ്ട് എനിക്കൊരു റീൽ എടുക്കണം. അതാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടെ. മറ്റേ സർപ്രൈസ് ആവട്ടെ, നിങ്ങൾ റീല് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ കാര്യം, ഞാൻ പുതിയ ബ്ലഷൊക്കെ വാങ്ങി. ഇതിട്ടാ സുന്ദരിയാവും എന്നോട് നയിക്കല്ലേ ചേച്ചി പറഞ്ഞു. ചേട്ടൻ ഒന്നും നോക്കിയില്ല, അങ്ങ് വാങ്ങി. നമ്മൾ ലിസ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്താ? കെ ബ്യൂട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, എൻ്റെ വീട്ടിൽ ഇഷ്ടമല്ല ലിസ്റ്റിക് ഒന്നും ഇടുന്നത്. എന്ന് കണ്ടാലും പറയും, മോളെ ഈ മുടിയുടെ കളറൊന്ന് മാറ്റും മോളെ. 6 മാസത്തേക്ക് എൻ്റെ മുടിയിൽ ഇനി തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. 6 മാസം ഐലൈനർ കാണുന്നില്ല. അത് ഗൈസ്, സക്സസ്ഫുള്ളി നമ്മളിനി വിധവ ലുക്കിലായിരിക്കും പോകേണ്ടത്. കണ്ണെഴുതാൻ പറ്റൂല. കണ്ണെഴുതിയില്ലെങ്കിൽ എന്നെ കാണാൻ വിധവ തന്നെ. നമുക്കിതെല്ലാം വലിച്ച മാറ്റി ഇട്ട് നോക്കാം. അയ്യോ, നമ്മ ഇനി എന്നാ ചെയ്യും അല്ലയ്യ? ഒന്നുമില്ല, ഒന്നുമേ സേവില്ലേ. ഞാൻ പോയി ഐലൈനർ തപ്പിട്ട് വരാം. നിങ്ങൾ ചായ കുടിച്ചിട്ട് ഇപ്പം വരാം. ഇതെന്ത്? ബിഹൈൻഡ് ദ സീനൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ആകെയുള്ള 144 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 100 പോവും. പിന്നെ 44 ആയിരിക്കും. ബാക്കി 100 ഏതെങ്കിലും 44 ബംഗാളികളായിരിക്കും. അവർക്കെങ്ങനെ മനസ്സിലാവാൻ? ബംഗാളികളെ പുച്ഛിക്കാനൊന്നും പാടില്ല. അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ഇത്രയും കാലം. സത്യം പറയാമല്ലോ, നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ബംഗാളി ഇതാക്കിയോ അങ്ങാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് പേര് ബംഗ്ലാദേശ് ഉണ്ടാക്കി. അവരുടെ അത്രയും സപ്പോർട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും മലയാളികൾ, എനിക്ക് മാത്രം ബംഗാളികൾ. ഞാൻ അറിഞ്ഞില്ല ഇവരുടെ അത്ര സപ്പോർട്ടായിരിക്കും. അപ്പം ഞാൻ എന്തെടുത്ത് റീൽസിലൊക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ട് മലയാളികളെ കാണിക്കാൻ വേണ്ടി മലയാളം റീൽസ് ഇടാൻ തുടങ്ങി, മലയാളം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ബംഗാളികളൊന്ന് സൈലൻ്റ് ആയിപ്പോയി. ഈ പെണ്ണ് ഏത് ഭാഷ പറയണേന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവരെന്നെ വിട്ടിട്ട് പോയി. അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാൻ പറ്റുമോ, ഭയ്യ എന്താ എന്നെ കൂട്ടാത്തത്, എനിക്കെന്താ മെസ്സേജ് അയക്കാത്തത്, മെസ്സേജ് റിപ്ലൈ അയക്കാത്തത് ഞാനെന്നാത്തിന് അങ്ങോട്ട് അയക്കണേ. പക്ഷെ അവർ തന്ന സപ്പോർട്ടിൻ്റെ അത്രയൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ തന്നിട്ടില്ല. മനസ്സുകൊണ്ട് പറയുക. ഇന്നും എനിക്ക് അവരോട് ബംഗാളികളെ പുച്ഛായെന്ന് എനിക്ക് അവരോട് ഇവിടെ അവർ ഇപ്പോഴും കണ്ടെങ്കിൽ പേടി കേട്ടോ. ബംഗാളികൾ മറ്റേ
ഒരു സിനിമ ഉണ്ടല്ലോ അമർ അക്ബർ എന്തോണി, അത് കണ്ടേ പിന്നെ എനിക്ക് ഇതെന്താ അടിച്ചാ അത് കണ്ടേ പിന്നെ എനിക്ക് ഏത് ബംഗാളിയെ കണ്ടാലും ബംഗാളി പീഡിപ്പിക്കുമെന്ന് പേടി. ബുദ്ധിക്കുറവായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, എനിക്കറിയാം, നിങ്ങൾക്കല്ലേ എനിക്ക്. ഓക്കെ പിറ്റിപ്പിറ്റിയായോ? വിട്ടറി കേൾക്കണ്ട, വിട്ടറി ആയിട്ട് ഇപ്പം എന്തൊട്ടിക്ക് സംസാരിക്കണേന്നായിരിക്കും. ഓക്കെ ഏച്ചാ അപ്പം നമുക്ക് പുറത്തു പോകാം. കഴിഞ്ഞു ഇന്നത്തെ കലാവിരുദ്ധകൾ കഴിഞ്ഞു. പുറത്ത് പോയിട്ട് എനിക്ക് റീലെടുക്കണം. സോ നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വിടാം. എങ്ങടാമോ വീഡിയോ എടുക്കണേ ആളോടെ ഒന്ന് ചിരിച്ചു തുടങ്ങും. ഇത്ര നേരം ഇങ്ങനെ നെട്ടിൽ കണ്ട വിചാരിക്കും ഇതുകൊണ്ട് 1 മില്യൺ. അയ്യോ തട്ടൊക്കെ ഇട്ടിപ്പോൾ. ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ നമുക്ക് നവാസ്, അതായത് നമ്മുടെ പപ്പാജി വീട്ടിൽ വണ്ടി വെക്കാതെ പോയി. സോ കട വരെ നടക്കണം. കടയിൽ നിന്ന് വേണ്ടേ, കടയിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോകണം. അപ്പം അവിടെ വരെ നടക്കണ്ടേ, സമയമില്ലാത്ത സമയത്ത് അവിടെ നിന്ന് പോകത്തില്ലേ ഒരു 15 മിനിറ്റ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഏതാ ലോകത്ത് ഒരു പൂ കിട്ടി, ആ പൂവിനെ അവൾ പോസ്റ്റ്മോർട്ടം ചെയ്തോണ്ടിരിക്കുക. അപ്പുറത്തെ മാമൻ നോക്കുന്നു. ശരിയെന്നാ ബൈ. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രിസ്മസ് ആണ് ഇപ്പോൾ. ഏതാണ് ഡിസംബർ ക്രിസ്മസ് അല്ലേ? അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ പക്ഷേ നവംബർ ഡിസംബർ നെക്സ്റ്റ് മന്താണ് ക്രിസ്മസ്. അപ്പോൾ ഇവിടെ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ട് പോവാ? പടക്കക്കടയിൽ എന്തിനാണ്? എനിക്ക് വീഡിയോ എടുത്ത് തരുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മൂന് വയ്യാണ്ടായി, ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീഡിയോ പകുതി വെച്ച് നിർത്തി വെച്ചിട്ട് നല്ല സൗണ്ട് ഉണ്ട് ഗൈസ്. കാണുന്നൊരു ചോദിക്കും ബ്രാൻഡാണ്. ആരും നോക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല അല്ലേ? ആരൊക്കെ വരുന്നു, പിന്നെ വിളിക്കാൻ പറ്റും. അമ്മൂൻ്റെ മോമോസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അമ്മൂന് ഛർദിൽ മാറണമെങ്കിൽ മോമോസും നാരങ്ങ വെള്ളം ഇറക്കിയാലേ. ചങ്ങനാശ്ശേരിയുടെ മലപ്പുറം പാട്ടാ. എന്തിനു ചങ്ങനാശ്ശേരി മലപ്പുറം പാട്ട്? അമ്മൂൻ്റെ കടന കഥകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 2 ദിവസം വീട്ടിലില്ലാഞ്ഞപ്പം അമ്മൂനെ സംഭവിച്ചതും സംഭവിക്കാതിരുന്നതും സംഭവിക്കാൻ തോന്നിയതും സംഭവിച്ചുകൊണ്ടിരുന്നതും എല്ലാമാണ് അവളിവിടെ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഥയല്ലിത്, പാട്ടിൻ്റെ ടോൺ ഇതുപോലെയാണ്. കഥയല്ലിത് ജീവിതം. ഫുള്ള് മലപ്പുറം പാട്ട് കേസ്. നമ്മുടെ ചങ്ങനാശ്ശേരി കോട്ടയത്ത് ഈ മലപ്പുറം പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമുണ്ട്. അമ്മു എൻജോയിങ് മലപ്പുറം സോങ്. ഞാനും നമ്മളാനതേല ഇവള് മുഖം നോക്കിക്കേ. എന്താ മോളെ നിരാശയല്ല? എന്തോ കിഡ്നി അടിച്ചു പോയ വിഷമത്തിലാണ് ഇത്. ഛർദ്ദിച്ചിട്ട് വരാം ഗൈസ്. ബൈ ബൈ. എന്നാൽ അവൾക്ക് ഛർദ്ദിക്കണ്ട. അപ്പം നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അവർ മനസ്സരിഞ്ഞ് എനിക്ക് സൗണ്ട് കുറച്ച് തന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ബാക്കി വീഡിയോസ് എടുക്കട്ടെ. എനിക്ക് വീഡിയോസ് ഒന്നും ശരിയായിട്ടില്ല ഗൈസ്. ഇന്നലെ കണ്ണാടിയൊക്കെ കളിക്കുമ്പോൾ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്ന് നേരിട്ട് കളിക്കുമ്പോഴേ നാട്ടുകാർക്ക് നോക്കിയിട്ട് സന്തോഷമുണ്ടോ എന്നൊരു ഡൗട്ട്. ഐ മീൻ അവർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടോപ്പിക്കായോ എന്ന്. ഒരു വിധമായ വീട്ടിലെത്തിയിട്ട് നമുക്കിനി ഹാമ്പർ ചെയ്യാം.
റാപ്പ് ചെയ്യണം. ഹാമ്പറൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് കട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ നമുക്കിത് കൈ കൊണ്ട് തന്നെ മുറിച്ചെടുക്കാം. കത്രിക എൻ്റെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് എൻ്റെ വീഡിയോസ് അവാർഡ് പടം അനുജം കാട്ടുക പട്ടാക്കത്തെ തൂക്കി പമിട്ടാ നിർത്തുക. ഒരു മേഘമാ ഒന്ന് സുത്തി വാഴവാ പട്ടാക്കാതമാ പറവയ പരந்து പോണമാ മരണമേ മറந்து പോണമാ കാത്തില ഇത് പന്നീർ കാലമാ. ഈ പൂ വെച്ചിട്ട് ഭംഗിയില്ലല്ലോ ഗൈസ്. ഓട്ടിന്റെ ആൾ വിളിക്കുന്നുണ്ട്. ഹാമ്പർ ഫൈനൽ ലുക്ക് ഇതാണ്. നമുക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ റിബൺ കെട്ടായിരുന്നു, ബട്ട് അതിനുള്ള ടൈമില്ല. ആൻഡ് ഇതിൻ്റെ അടിയിൽ കുറച്ചൊരു ഓർണമെൻറ്റ്സിൻ്റെ ബോക്സ് ഉണ്ട്. ഐ മീൻ ഈ കമ്മൽ, വള, മാല അങ്ങനെയുള്ള കുട്ടിക്ക് അതിനോടുള്ള ക്രേസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ സാധനം ഉണ്ട്. ഇതൊരു വാച്ച് ആൻഡ് ഫെറോഷ ആൻഡ് ഫ്ലവേഴ്സ്. നമുക്കിത് നമുക്ക് തുറക്കുന്ന ടൈമിൽ ആദ്യം കുട്ടി കാണുക ഫ്ലവേഴ്സ് ആയിരിക്കും. ഓ മൈ ഗാഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, റെഡ് വന്നിരുന്നാൽ ചിലപ്പോൾ വൃത്തിയിടാനാണ്, കാരണം നമുക്ക് ഇതിൽ ഓൾറെഡി ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. നമുക്ക് 2 ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാം, കാരണം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം. വിളിക്കാമെന്ന് എന്നെ എടുക്കല്ലേ, വീഡിയോ എടുക്കല്ലേ, എന്ത് വൃത്തിയാണ് തന്നെ ഞഹത്തുള്ള പറയുന്നതായിട്ട്. ആദ്യം കണ്ടത് ഞഹത്തുള്ളതാണ്. നമ്മള് കാറിലത് വൃത്തിയിടാന്ന് പറഞ്ഞോ, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ എനിക്ക് എന്നെ ഇഷ്ടമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ കിയ പോലെ അമ്മ പോലെ കാണണം ഉമ്മയുടെ. ഇല്ല, സുന്ദരിയാ 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 സുന്ദരിയാ. ഏത് 2 പേരുടെ വീട് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കും. നമുക്കിത് കൊടുക്കാൻ പോവാം. എന്താ